ഡിജിറ്റൽ മാധ്യമ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് UAE മീഡിയ കൗൺസിൽ പ്രഖ്യാപിച്ച പുതിയ നിയമാവലി കണ്ടന്റ് ക്രിയേറ്റർമാർക്കും പരസ്യദാതാക്കൾക്കും ഒരുപോലെ നിർണായകമാണ്. ബന്ധപ്പെട്ട ഉള്ളടക്കം അവതരിപ്പിക്കുന്ന ആരായാലും ഈ പെർമിറ്റ് എടുക്കേണ്ടതുണ്ട്. സ്ഥാപനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ അഡ്വർടൈസേഴ്സിനും സാധുവായ പെർമിറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓൺലൈനിലോ സോഷ്യൽ മീഡിയയിലോ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലോ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്ന വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും ഇത് ബാധകമാണ്. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ അവരുടെ പെർമിറ്റ് നമ്പർ വ്യക്തമായി പ്രദർശിപ്പിക്കുക, രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടുകൾ വഴി മാത്രം പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യുക, ആവശ്യമെങ്കിൽ ചില പ്രത്യേക പരസ്യങ്ങൾക്ക് മുൻകൂർ അനുമതി നേടുക, പരസ്യം ചെയ്യുന്നവർ വ്യാജ അക്കൗണ്ടുകളുമായി ബന്ധമില്ലാത്തവരാണെന്ന് ഉറപ്പാക്കണമെന്നും മീഡിയ കൗൺസിലിന്റെ പുതിയ നിർദ്ദേശത്തിലുണ്ട്. UAE പൗരന്മാർക്കും താമസക്കാർക്കും ആദ്യം 1 വർഷത്തേക്കാകും പെർമിറ്റ് നൽകുക, പിന്നീട് പുതുക്കാവുന്നതാണ്. ആദ്യത്തെ 3 വർഷത്തേക്ക് സൗജന്യമാണ്. സന്ദർശകർക്ക് 3 മാസത്തേക്കാണ് ആദ്യം പെർമിറ്റ് നൽകുന്നത്, പിന്നീട് പുതുക്കാം. ലൈസൻസ് ഉള്ള UAE ആസ്ഥാനമായുള്ള ഏജൻസികൾ വഴി വേണം സന്ദർശകർ അപേക്ഷിക്കേണ്ടത്. നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കും. ഉള്ളടക്ക ലംഘനങ്ങൾക്ക് അവയുടെ സ്വഭാവം അനുസരിച്ച് 5000 ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കും. UAEയിലെ ഡിജിറ്റൽ പരസ്യരംഗത്ത് സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനായിട്ടാണ് മീഡിയ കൗൺസിൽ കൊണ്ടുവന്ന ഈ പുതിയ നിബന്ധനകൾ. ഇത് ഉള്ളടക്ക നിർമ്മാതാക്കൾക്കും പരസ്യദാതാക്കൾക്കും വലിയ മാറ്റങ്ങളാണ് നൽകുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ പ്രമോഷനുകൾ കൂടുതൽ വ്യവസ്ഥാപിതമാക്കുന്നതിലൂടെ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളും തടയാൻ ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട്. ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ഒരു ഔദ്യോഗിക തൊഴിൽ വിഭാഗമായി അംഗീകരിക്കുന്നതിനൊപ്പം പരസ്യദാതാക്കൾക്കും ഉപഭോക്താക്കൾക്കും ഇടയിൽ വിശ്വാസ്യത വളർത്താനും ഈ നടപടി സഹായിക്കും. മാറുന്ന മാധ്യമ സംസ്കാരത്തിന് അനുസൃതമായി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ UAEയിലെ പരസ്യ വിപണിയുടെ മൂല്യം ആഗോളതലത്തിൽ ഉയരും. UAEയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയാണ് ഈ ചുവടുവെപ്പ്. നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റർമാർക്ക് ഈ പെർമിറ്റ് ഒരു ബാധ്യത എന്നതിലുപരി അവരുടെ പ്രൊഫഷണലിസം തെളിയിക്കാനുള്ള അംഗീകാരമായി മാറും. പെർമിറ്റ് നമ്പർ പ്രദർശിപ്പിക്കുന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് വിദേശ നിക്ഷേപകർക്കും UAEയിലെ ഇൻഫ്ലുവൻസർമാർക്കും മാർക്കറ്റിംഗിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ താല്പര്യം തോന്നുകയും ചെയ്യും. പിഴകൾ ഭീമമാണെങ്കിലും നിയമം അനുസരിക്കുന്നവർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വലിയ വളർച്ചാ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. ആധുനിക മാധ്യമ ലോകത്ത് സത്യസന്ധതയ്ക്കും ഗുണനിലവാരത്തിനും UAE നൽകുന്ന മുൻഗണനയാണ് ഈ പരിഷ്കാരം എടുത്തു കാണിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പൊല്ലാപ്പും ചില്ലറയല്ല. സമീപകാല സംഭവങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. നിയന്ത്രണങ്ങളില്ലാത്ത സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഇരകൾ സാധാരണക്കാരാണ്. ഒരാളെക്കുറിച്ച് വ്യാജമായ വാർത്തകളോ എഡിറ്റ് ചെയ്ത ചിത്രങ്ങളോ പ്രചരിപ്പിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. മിക്കപ്പോഴും ഇരയാക്കപ്പെടുന്നവർക്ക് അത് പ്രതിരോധിക്കാനോ ആ ഉള്ളടക്കം നീക്കം ചെയ്യിക്കാനോ ഉള്ള സാങ്കേതിക അറിവോ സാഹചര്യമോ ഒന്നും ഉണ്ടാകാറില്ല. ഇത് പലരെയും മാനസിക തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ നയിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ആകർഷകമായ പരസ്യങ്ങൾ കണ്ട് പണം നിക്ഷേപിച്ച് വഞ്ചിതരാകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നുണ്ട്. വ്യാജ ഇൻഫ്ലുവൻസർമാർ വഴി പ്രചരിപ്പിക്കപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു സുരക്ഷയുമില്ല. UAE കൊണ്ടുവന്ന ഈ പുതിയ നിയമം സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കടിഞ്ഞാണിടുന്നത് തന്നെയാണ്. എല്ലാത്തിലും ഒരു നിയന്ത്രണം ഉള്ളത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാനും പ്രചരിപ്പിക്കാനുമുള്ള അവസരങ്ങൾ വലിയ വലിയ അപകടങ്ങളിലേക്കും ആപത്തുകളിലേക്കും മനുഷ്യരെ കൊണ്ടെത്തിക്കും.